ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നാം ഓരോ ദിവസവും നിസ്കാരം നിർവഹിക്കുന്നു. എന്നാൽ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ ചൊല്ലുന്ന ചില ദുആകളും ആഴത്തിലുള്ള അർത്ഥം എത്ര പേർക്കാണ് അറിയുക? ഇന്നത്തെ വീഡിയോയിൽ നിസ്കാരാരംഭത്തിൽ ചൊല്ലുന്ന മഹത്തായ ഒരു ദുആയായ വജ്ജഹത്തു ദുആ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ദുആയുടെ അറബി വാചകങ്ങൾ, മലയാളം ഉച്ചാരണം, അർത്ഥം, അതിലെ മഹത്തായ സന്ദേശങ്ങൾ, നമ്മുടെ ജീവിതത്തിന് നൽകുന്ന പാഠങ്ങൾ എന്നിവ വിശദമായി മനസ്സിലാക്കാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വജ്ജഹത്തു ദുആയെ പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്നസ്സലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ മുഖം തിരിക്കുന്നു. ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനല്ല. തീർച്ചയായും എൻ്റെ നിസ്കാരവും ആരാധനകളും എൻ്റെ ജീവിതവും മരണവും ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനു വേണ്ടിയാണ്. അവന് പങ്കാളിയില്ല. അങ്ങനെ ചെയ്യാൻ എനിക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ മുസ്ലിംകളിൽ പെട്ടവനുമാണ്. ഇനി വജ്ജഹത്തു ദുആയെക്കുറിച്ചുള്ള വിശദീകരണം പറയാം. പ്രിയ സഹോദരങ്ങളെ, നാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന മനോഭാവമാണ് ഈ ദുആ നമ്മെ പഠിപ്പിക്കുന്നത്. വജ്ജഹത്തു എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ മുഖം തിരിച്ചു എന്നാണ്. ഇവിടെ മുഖം തിരിച്ചു എന്നത് ശരീരം മാത്രമല്ല, മറിച്ച് ഹൃദയവും ചിന്തയും ജീവിതവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ചു എന്ന അർത്ഥമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ തൗഹീദിൻ്റെ പ്രഖ്യാപനത്തോടെയാണ് ഈ ദുആ ആരംഭിക്കുന്നത്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് മാത്രമാണ് എൻ്റെ ആരാധനയും ജീവിതവും എന്ന് ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നു. ഇത് വെറും വാക്കുകൾ മാത്രമല്ല, ഒരു മുസ്ലിമിൻ്റെ ജീവിത ദർശനമാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി എന്ന് പറയുമ്പോൾ എൻ്റെ നിസ്കാരവും എല്ലാ ആരാധനകളും അള്ളാഹുവിനു വേണ്ടിയാണെന്ന് നാം ഉറപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്ത് മനുഷ്യരുടെ പ്രശംസയ്ക്കോ പ്രശസ്തിക്കോ വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. വമഹിയായ വമമാത്തി എന്ന ഭാഗം വളരെ ഗൗരവമുള്ളതാണ്. എൻ്റെ ജീവിതവും മരണവും അള്ളാഹുവിനു വേണ്ടിയാണ് എന്ന് നാം പ്രഖ്യാപിക്കുന്നു. അതായത് സന്തോഷത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരാജയത്തിലും ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ഈ ദുആ നമുക്ക് തൗഹീദിൻ്റെ മഹത്തായ സന്ദേശം നൽകുന്നുണ്ട്. അള്ളാഹുവിന് പങ്കാളിയില്ല. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും ഭയങ്ങളും അള്ളാഹുവിലേക്ക് മാത്രം ആയിരിക്കണം. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഈ ദുആ ചൊല്ലുന്നത് മനസ്സിനെ ലോകകാര്യങ്ങളിൽ നിന്ന് മാറ്റി അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൻ്റെ ആരംഭത്തിൽ ഇത് ചൊല്ലിയിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാം. ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ: 1. അള്ളാഹുവിലേക്ക് പൂർണ്ണ സമർപ്പണം. 2. തൗഹീദിൽ ഉറച്ച വിശ്വാസം. 3. എല്ലാ ആരാധനകളും അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കുക. 4. ജീവിതവും മരണവും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നയിക്കുക. 5. നിസ്കാരത്തിൽ ശ്രദ്ധ കൂടുതൽ നേടുക. അള്ളാഹു നമ്മെ ഈ ദുആയുടെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.